കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട നമ്പർ സീക്വൻസസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ എഴുതിയത് സീക്വൻസ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 1, 2, 3, 4 എക്സെട്ര. അടുത്ത് നമ്മളവിടെ കണ്ടു സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7 എക്സെട്ര. അടുത്ത സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6, 8 എക്സെട്ര. പിന്നെ നമ്മൾ കണ്ടായിരുന്നു പ്രൈം നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതിയായിരുന്നു. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 11 എക്സെട്ര. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറയാം. സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4ൻ്റെ മൾട്ടിപ്പിൾസ് 4 × 2 8, 4 × 3 12, 4 × 4 16 എക്സെട്ര. ഇതുപോലെ അടുത്ത നമ്മളവിടെ കണ്ടായിരുന്നു സീക്വൻസ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 1, ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി ഏതൊക്കെയാണ്? 1, 11, 21, 31 എക്സെട്ര. ഇങ്ങനെ നമ്മൾ കുറേ നമ്പർ സീക്വൻസസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാം ഈ ഓരോ സീക്വൻസിനും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ. ആദ്യത്തെ സീക്വൻസ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ്, അതിൽ ടേംസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഫസ്റ്റ് ടേം ഇവിടെ 1, സെക്കൻഡ് ടേം 2, തേർഡ് ടേം 3, അടുത്ത 4, നെക്സ്റ്റ് ടേം 5 നമുക്കറിയാം. അപ്പം ഇങ്ങനെ 1 വീതം കൂട്ടിയല്ലേ പോയിരിക്കുന്നത്. നോക്കി 1 + 1 2, 2 + 1 3, 3 + 1 4 ഇങ്ങനെ പോയിരിക്കുക. അടുത്ത 4 + 1 5 എക്സെട്ര. അപ്പം ആദ്യത്തെ സീക്വൻസിലെ ഓരോ ടേമും കിട്ടാൻ എന്ത് ചെയ്തു? 1 വീതം ആഡ് ചെയ്താ പോയിരിക്കുന്നത്. അടുത്ത നോക്കിക്കേ, സെക്കൻഡ് സീക്വൻസ് എടുക്കുക. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് 1, ഫസ്റ്റ് ടേം ഈസ് 1, നെക്സ്റ്റ് ടേം 3, എത്ര ആഡ് ചെയ്തു? 1 + 2 3. അടുത്ത നോക്കിക്കേ, 3 + 2 5, 5 + 2 7 എക്സെട്ര. ഇവിടെ ഏതാ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്? 2 അല്ലേ. അടുത്തത് മൂന്നാമത്തെ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഫസ്റ്റ് ടൈം 2, സെക്കൻഡ് ടൈം 4 കിട്ടാൻ എത്ര ആഡ് ചെയ്തു? 2 ആഡ് ചെയ്തു. 2 + 2 4. അടുത്ത നോക്കിയേ, 4 + 2 6, 6 + 2 8, 2 വീതം ആഡ് ചെയ്ത് പോയിരിക്കുകയാണ്. അടുത്ത നാലാമത്തെ സീക്വൻസ് പ്രൈം നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. 2, 3, 5, 7, 11 എക്സെട്ര. ഇവിടെ നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് ടൈം 2, സെക്കൻഡ് ടൈം 3, എത്ര ആഡ് ചെയ്തു? 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. തേർഡ് ടൈം അങ്ങനെയാണെങ്കിൽ 1 അല്ലേ അടുത്ത ആഡ് ചെയ്യേണ്ടത്? നോക്കിയാൽ 3 + 1 4 വരേണ്ടത്. ഇവിടെ എത്രയാണ്? 5. ഇവിടെ എത്ര ആഡ് ചെയ്ത്? 2. ഇവിടെ ഒരു ഫിക്സഡ് നമ്പർ ആണോ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്? അല്ല. ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ടൈം കിട്ടി. പക്ഷേ സെക്കൻഡ് ടൈമിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടൈം 5 കിട്ടുന്നത്. വീണ്ടും 2 ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി. വീണ്ടും 4 ആഡ് ചെയ്താലാണ് 11 കിട്ടുന്നത്. ഇവിടെ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തല്ല ഈ നാലാമത്തെ സീക്വൻസ് എഴുതിയിരിക്കുന്നത് അല്ലേ. അതുപോലെ അഞ്ചാമത്തെ സീക്വൻസ് ഒന്ന് നോക്കിക്കേ, 4, 8, 12, 16 എക്സെട്ര. 4 + 4 8, 8 + 4 12, 12 + 4 16 എക്സെട്ര. ഇവിടെ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താൽ പോയിരിക്കുന്നത് 4 എന്നുള്ള നമ്പർ. അടുത്ത സീക്വൻസസ് ആറാമത്തെ സീക്വൻസ് 1, 11, 21, 31 എക്സെട്ര. ഇവിടെ ഏതാ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്? നോക്കി 1 + 10 11, 11 + 10 21, 21 + 10 31, 10 വീതം ആഡ് ചെയ്താൽ പോയിരിക്കുന്നത്. ഇവിടെ നാലാമത്തെ സീക്വൻസ് മാത്രമേ ഉള്ളൂ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തല്ല അതിൽ പോയിരിക്കുന്നത് അല്ലേ, അതിലെ ടേംസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാ സീക്വൻസും നമ്മൾ നോക്കിയാൽ അറിയാം, അവിടെ എല്ലാം ഒരു ഫിക്സഡ് നമ്പർ ക്രമമായി ആഡ് ചെയ്താണ് അടുത്ത ടേംസ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന സീക്വൻസ്, അതായത് സ്റ്റാർട്ടിംഗ് എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് a fixed number repeatedly is called an arithmetic sequence. Arithmetic sequence, അതായത് ഒരു
ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്കാണ് പറയുന്നത് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. ഇനി ഈ ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോയിരിക്കുന്ന ഫിക്സഡ് നമ്പറിനെ നമ്മൾ പറയും കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അപ്പം ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോയിരിക്കുന്ന ആ ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ആ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ ആദ്യത്തെ സീക്വൻസ് നോക്കിയാൽ 1 + 1 2, 2 + 1 3, 1 ആഡ് ചെയ്താൽ പോയിരിക്കുന്നത് അല്ലേ. അപ്പം അതിലെ കോമൺ ഡിഫറൻസ് ആണ് 1. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു നോക്കിക്കേ, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ച് നോക്കിക്കേ, 2 - 1 1. അതുപോലെ 3 - 2 തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കുക, അപ്പോഴും കിട്ടുന്ന 1. അതുപോലെ ഫോർത്ത് ടൈമിൽ നിന്ന് അതിന് തൊട്ട് മുൻപുള്ള ടൈം കുറച്ച് നോക്കുക, 4 - 3 1. ഇപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ആ മാർഗം ഉപയോഗിക്കാം. ഒരു ടൈമിൽ നിന്നും അതിന് തൊട്ട് പുറകിലത്തെ ടൈം കുറച്ച് കിട്ടുന്നത് എപ്പോഴും ഒരേ സംഖ്യ ആയിരിക്കും അരിത്തമെറ്റിക് സീക്വൻസിൽ. ഇനിയും സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. സെക്കൻഡ് സീക്വൻസിൽ ഇവിടെ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 അല്ലേ. 2 ഇത് ആഡ് ചെയ്താൽ പോയിരിക്കുന്നു. അതുപോലെ തേർഡ് സെറ്റിൽ കോമൺ ഡിഫറൻസ് 2. നാലാമത്തെ ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തല്ല പോയിരിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, അവിടെ 4 വീതം ആഡ് ചെയ്താൽ പോയിരിക്കുന്നു അല്ലേ. അപ്പം ആ ഫിക്സഡ് നമ്പറാണ് 4, അതാണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ആറാമത്തെ ക്വസ്റ്റ്യനിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? 10 വീതം ആഡ് ചെയ്താൽ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ 11 - 1 10, 21 - 11 10, 31 - 21 10. ഇവിടെ കോമൺ ഡിഫറൻസ് 10. ഇപ്പോൾ ഒരു സീക്വൻസ് തന്നാൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കും അല്ലേ. എങ്ങനെയാണ് പരിശോധിക്കുന്നത്? ഏത് നമ്പർ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താണോ പോയിരിക്കുന്നത് അതിലെ ടേംസ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കിയാൽ മതി. അതായത് അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 18. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എല്ലാവരും പേജ് 18 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം, check whether each of the sequences given below is an arithmetic sequence. Give reasons. For the arithmetic sequences, write the common difference also. അതായത് ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികളിൽ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതുക. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ സെറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഏതൊക്കെയാണ്? 1 3 5 7 etc. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന ക്വസ്റ്റ്യൻ. സമാന്തര ശ്രേണിയാണോ? ആണെങ്കിൽ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഉണ്ട്. ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താണോ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനത്തെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ച് നോക്കുക, 3 - 1 2. അതുപോലെ തേർഡ് ടൈമിൽ നിന്ന് ഒരു ടൈമിൽ നിന്ന് അതിന് തൊട്ട് പുറകിലത്തെ ടൈം കുറച്ച് നോക്കുമ്പോൾ കിട്ടുന്നത് എല്ലായിടത്തും ഒരേ സംഖ്യ ആയിരിക്കണം. അങ്ങനെയാണോ നോക്കി. 5 - 3 2. അടുത്ത 7 - 5 2. ഇവിടെ ഒരു ഫിക്സഡ് നമ്പർ 2 ആണ് വന്നിരിക്കുന്നത് അല്ലേ. 2 വീതം ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് എന്ത് എഴുതാം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് കോൺസ്റ്റന്റ് 2. Therefore it is an arithmetic sequence. Here the difference between two consecutive terms is 2. Therefore
It is an arithmetic sequence. It is an arithmetic sequence. അതായത് അടുത്തടുത്ത രണ്ട് പദങ്ങളുടെ വ്യത്യാസം ഒരു സ്ഥിരസംഖ്യയാണ്, രണ്ടാണ്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതുകൊണ്ട് പൊതുവ്യത്യാസം എത്രയാ? 2. കോമൺ ഡിഫറൻസ് ഈസ് 2. കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡി ഈക്വൽ ടു 2. അടുത്ത ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. 2, 4, 6, 8 etc. 2, 4, 6, 8 etc. ചെക്ക് ചെയ്ത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എഴുതാം. ഇവിടെ നമുക്ക് നോക്കാം. സെക്കൻഡ് മൈനസ് ഫസ്റ്റ് 4 മൈനസ് 2 2, 6 മൈനസ് 4 2, 8 മൈനസ് 6 2. ഒരു ടേമിൽ നിന്ന് തൊട്ട് പുറകിലത്തെ ടേം കുറച്ച് നോക്കുക, കിട്ടുന്നത് ഒരേ നമ്പർ അല്ലേ? Therefore it is an arithmetic sequence with common difference 2. It is an arithmetic sequence. ഇത് സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എത്ര വരും? ഡി ഈക്വൽ ടു 2. ഇനി മൂന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദി ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ ഹാഫ് എടുക്കുക. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് 1, 3, 5 എക്സെട്ര. ഹാഫ് എടുക്കുമ്പം ഹാഫ് 1/2, അടുത്ത 3/2. 3 ആണ് ഓഡ് നമ്പർ, അതിൻ്റെ ഹാഫ് 3/2, 5/2, 7/2 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ നമുക്ക് ഡിഫറൻസ് നോക്കാം. 3/2 മൈനസ് 1/2. സെക്കൻഡ് മൈനസ് ഫസ്റ്റ്. 3/2 മൈനസ് 1/2 ഈസ് 3/2 നമുക്ക് 1 ആൻഡ് 1/2 അല്ലേ? 1.5 മൈനസ് അര എത്ര വരും? 1. അല്ലെങ്കിൽ ഇവിടെ 2 കോമൺ ഡിനോമിനേറ്റർ എടുത്ത് 3 മൈനസ് 1 2, 2/2 ഈസ് 1. 1.5 അര കുറച്ചു 1. അടുത്തത് 5/2 മൈനസ് 3/2. 5/2 എന്ന് പറയുന്നത് 2 ആൻഡ് 1/2. 2.5 മൈനസ് അല്ലെ, നമുക്കിങ്ങനെ എഴുതാം. കോമൺ ഡിനോമിനേറ്റർ 2 എഴുതി, ന്യൂമറേറ്റർ ഡിഫറൻസ് എഴുതുക. 5 മൈനസ് 3 2, 2/2, ഇവിടെയും 1. അടുത്ത 7/2 മൈനസ് 5/2. ഇവിടെയും ഡിനോമിനേറ്റർ 2, 7 മൈനസ് 5 2, 2/2, 1. ഇവിടെ 1 വീതം ആഡ് ചെയ്ത് പോയിരിക്കുന്നത്, ശരിയല്ലേ? ഹാഫ് പ്ലസ് 1 1.5, അതാ 3/2. 3/2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5/2. അതായത് 1.5യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 2.5, 2.5യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പം 3.5. ഇങ്ങനെ പോകുന്നു. അപ്പം ഇവിടെയും കോമൺ ഡിഫറൻസ് 1. Therefore it is an arithmetic sequence with a common difference. It is an arithmetic sequence common difference is 1. D equal to 1. Fourth question, sequence of powers of 2. രണ്ടിൻ്റെ പവേഴ്സ്, കൃതികളുടെ ശ്രേണി. രണ്ടിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? 2^1 അല്ലേ? രണ്ടിൻ്റെ കൃതി 2^1. അടുത്ത 2 സ്ക്വയർ, 2 ക്യൂബ്, 2^4 എക്സെട്ര. രണ്ടിൻ്റെ കൃതികളുടെ ശ്രേണി. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ചെക്ക് ചെയ്തേ. ഡിഫറൻസ് എടുക്കുക. 2 സ്ക്വയർ മൈനസ് 2, 2^1. 2 സ്ക്വയർ ഈസ് 4, 4 മൈനസ് 2 എത്ര വരും? 2. അടുത്ത 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ. 2 ക്യൂബ് എത്രയാണ്? 2 × 2 × 2 8. 8 മൈനസ് 4 എത്ര വന്നു? 4. നോക്കിയേ, ഡിഫറൻസ് സെയിം ആണോ? അല്ല. ഇവിടെ തന്നെ അവിടെ ശരിയാകുന്നില്ല അല്ലേ? അപ്പം ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ആൻ arithmetic sequence. It is not an arithmetic sequence. അപ്പോൾ പിന്നെ കോമൺ ഡിഫറൻസ് ഇല്ല ഇവിടെ. arithmetic sequence. It is not an arithmetic sequence. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസ്, വിൽക്രമങ്ങളുടെ ശ്രേണി. 1 ആണ് ആദ്യത്തെ നാച്ചുറൽ നമ്പർ, അതിൻ്റെ വിൽക്രമം
എടുക്കുമ്പോൾ എടുത്താലും 1/1 അല്ലെങ്കിൽ 1. അടുത്ത എത്ര വരും? 1/2, 1/3, 1/4 എക്സെട്ര. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ചെക്ക് ചെയ്യാം. ½ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് ഡിനോമിനേറ്റേഴ്സ് 2 വന്നു. ന്യൂമറേറ്റർ 1 - 2 × 1 2 -1/2. അടുത്ത 1/3 - 1/2. ഇവിടെ ഡിനോമിനേറ്റർ 3 × 2 6. ന്യൂമറേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ 2 × 1 2 2 -3 -1/6. ഡിഫറൻസ് സെയിം ആണോ? അല്ല. ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. സമാന്തര ശ്രേണി അല്ല. ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാം. ഫിഗർ തന്നിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം അതുപോലെ തന്നെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്, അതും നമുക്ക് ക്ലാസ്സിൽ ഒന്ന് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സീ ദി പിക്ചേഴ്സ് ബിലോ. ടെക്സ്റ്റ് എടുത്ത് എല്ലാവരും മൂന്നാമത്തെ ചോദ്യം, സീ ദി പിക്ചേഴ്സ് ബിലോ. ആദ്യത്തെ ചിത്രത്തിൽ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിനെ രണ്ടാക്കിയിരിക്കുന്നു. അടുത്തത് ഇതുപോലെ അവിടെ 4 സ്ക്വയേഴ്സായിട്ട് നോക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്തത് ചിത്രം ഇതാണ്. അടുത്ത ചിത്രം അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. ഓരോ റെക്റ്റാങ്കിളിലുമുള്ള ചെറിയ സ്ക്വയേഴ്സ്, ചെറിയ സമചതുരങ്ങൾ എത്ര എണ്ണമാണ്? ആദ്യത്തെ റെക്റ്റാങ്കിളിൽ നോക്കിക്ക് എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 2. അടുത്തതിൽ 4. അടുത്ത എത്ര വരും? 6. അടുത്തതിൽ 8. ഇങ്ങനെ പോകുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. വലിയ സ്ക്വയേഴ്സ് എത്രയുണ്ടോ ഓരോന്നിലും? ആദ്യത്തെ സ്ക്വയർ ഉണ്ടോ? വലിയ സ്ക്വയർ ഇല്ല, 0. അടുത്തതിലോ വലിയ സ്ക്വയർ ഒരെണ്ണം, 1. അടുത്ത ചിത്രം നോക്കിക്കേ, വലിയ സ്ക്വയർ എത്രയുണ്ട്? ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒന്നുണ്ട്, അപ്പം 2 എണ്ണം, 2. 3. അടുത്ത ചിത്രത്തിൽ എനിക്ക് വലിയ സ്ക്വയർ ഇതുണ്ട്, ഇങ്ങനെ കിട്ടും, പിന്നെ നടുക്കൂടെ ഇങ്ങനെ, അപ്പം 3 എക്സെട്ര. മൂന്നാമത്തെ ചോദ്യം, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ. ആകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ഓരോന്നിലും? അപ്പോൾ ഇവിടെ നോക്കിയാൽ 2. ഇതിലാകെ 2 സ്ക്വയറേ ഉള്ളൂ. ഇവിടെയോ 4 ചെറിയ സ്ക്വയറും പിന്നെ വലുതൊന്നും കൂടെ വരും, 5 5. ഇവിടെ ചെറിയ സ്ക്വയേഴ്സ് 6 ഉണ്ട്, വലുത് 2 ഉണ്ട്, 8. അടുത്തതിലോ ചെറിയ സ്ക്വയേഴ്സ് 8 ഉണ്ട്, വലുത് 3, അപ്പോൾ 8 + 3 11 എക്സെട്ര. Continuing this pattern, is each such sequence of numbers an arithmetic sequence. ഇത് ഓരോന്നും അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യനൊക്കെ 2 4 6 8 എക്സെട്ര. എത്ര വിധാടീത പോയിരിക്കുന്നത്? 2 അല്ലേ? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് with a common difference 2. b equal to common difference is 2. രണ്ടാമത്തെ സീക്വൻസിക്ക് 0 1 2 3 എക്സെട്ര. ഇവിടെ നോക്കിക്കേ, എത്ര വീതം ആഡ് ചെയ്താ പോയിരിക്കുന്നത്? 1 വീതം ആഡ് ചെയ്താ പോയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് b equal to 1. ഇനി മൂന്നാമത്തെ സെറ്റ് 2 5 8 11 എക്സെട്ര. 2 + 3 5, 5 + 3 8, 8 + 3 11. It is also an arithmetic sequence with the common difference b equal to 3. 3 വീതം ആഡ് ചെയ്ത പോയിരിക്കുന്നത്. അടുത്തത് ടെക്സ്റ്റിലെ 6ാമത്തെ ചോദ്യം, 6th question. The algebraic expression of a sequence is xn equal to n³
minus 6n square plus 13n minus 7. xn equal to n cube minus 6n square plus 13n minus 7. Is it an arithmetic sequence? ഇത് arithmetic sequence ആണോ? നമുക്കിതിലെ ടേംസ് ഒന്ന് കണ്ടുപിടിക്കാം. എന്നിന് 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം x1 കിട്ടും. പുട്ട് n equal to 1. x1 equal to 1 cube minus 6 into 1 square. എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. പ്ലസ് 13 into 1 minus 7. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 1 cube is 1. 1 minus 6 plus 13 into 1 13 minus 7. 1 minus 6 എത്ര വരും? minus 5. minus 5 plus 13 8. 8 minus 7 1. ഫസ്റ്റ് ടൈം 1 കിട്ടി. അടുത്ത എന്നിന് 2 എന്ന് കൊടുക്കുക. x2 equal to put n equal to 2. 2 cube minus n കാണുന്നിടത്ത് 2 എന്ന് കൊടുക്കുക. 6 into 2 square plus 13 into 2 minus 7. 2 cube is 8. 2 into 2 into 2 8 minus 2 square 4. 4 into 6 24 plus 13 into 2 26 minus 7. 8 minus 24 എത്ര വരും? minus 16. minus 16 plus 26 എത്ര വരും? 10. 10 minus 7 3. അടുത്തത് x3 third term. Put n equal to 3. 3 cube minus 6 into 3 square plus 13 into 3 minus 7. 3 cube 3 into 3 into 3. 3 into 3 9. 9 into 3 27 minus 3 square 9. 9 into 6 54 plus 13 into 3 39 minus 7. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എളുപ്പ വഴിയുണ്ട്. പോസിറ്റീവ് തമ്മിൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് ഡിഫറൻസ് എടുത്താലും മതി. അപ്പം നോക്കി 27 plus 39 എത്ര വരും? 27 plus 39 66. അടുത്ത 54 plus 7 61. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലും മതി. 66 minus 61 5. നമുക്ക് അടുത്ത ടൈം കൂടെ കാണാം. ഇവിടെ n equal to 4. x4 equal to ഇവിടെ എന്നിന് 4 എന്ന് കൊടുക്കുക. 4 cube minus 6 into 4 square plus 13 into 4 minus 7. 4 cube 4 into 4 into 4. 4 into 4 16. 16 into 4 64 minus 16 into 4 square is 16. 16 into 6. 16 into 6 എത്ര വരും? 96 plus 13 into 4 52 minus 7. ഇവിടെയും പോസിറ്റീവ് തമ്മിൽ ആഡ് ചെയ്യുക. 64 plus 52. 64 plus 52 എത്ര വരും? 116 minus 96 plus 7 103. തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ 13. അപ്പം നമുക്ക് ഇതിലെ സീക്വൻസ് ആയിട്ട് എഴുതാം. ടേംസ് 1 3 5 13 എക്സെട്ര. ഇവിടെ നോക്കിയത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 1 plus 2 3 അല്ലേ? 3 plus 2 5 പ്ലസ്, പക്ഷേ 5 plus 2 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. താങ്ക് യു.